ഓരോ മനുഷ്യനും തൻ്റേതായ ചിന്താഗതികളുണ്ട്. തൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി അവൻ എപ്പോഴും പ്രവർത്തിക്കും. തൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. പരിമിതമായ അറിവിൽ മനുഷ്യൻ ദൈവത്തിനെതിരായി പ്രതിഷേധം ഉയർത്തുന്നു. ദൈവം സർവജ്ഞാനിയാണ്. ശരിയായ വഴികളിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ ദൈവം നിരന്തരം മനുഷ്യന് അവസരങ്ങൾ ഒരുക്കുന്നു. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ജഡസംബന്ധമായ പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് ബാലശിക്ഷ നൽകുന്നത് അവർക്ക് ബോധിച്ച രീതിയിലും ബോധിച്ച സമയത്തുമൊക്കെയാണ്. പലപ്പോഴും അവരുടെ കോപമാണ് അതിൽ കൂടുതൽ പ്രകടമായി വരിക. എന്നാൽ കർത്താവ് തൻ്റെ മക്കളെ ശിക്ഷിക്കുമ്പോഴും അവിടുത്തെ സ്നേഹമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആത്മീയ പിതാവിന് കീഴടങ്ങിയിരിക്കുന്ന മക്കൾക്ക് അവിടുത്തെ ശിക്ഷകളിൽ പോലും ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും. യിരെമ്യാ പ്രവചന പുസ്തകം 29 30 അധ്യായങ്ങളിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകാം. സ്വന്തം ജനത്തിൻ്റെ ദുരവസ്ഥ കണ്ട് മനം നൊന്ത് ദൈവത്തിൻ്റെ ദൂത് അറിയിച്ചു കൊണ്ടിരുന്ന യിരെമ്യാവിന് ഉണ്ടായ അനുഭവങ്ങളാണ് യിരെമ്യാ പ്രവചനം 21 മുതലുള്ള അധ്യായങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 21 മുതൽ 29 വരെ അധ്യായങ്ങൾ യഹൂദയിലെ ഒടുവിലത്തെ രാജാവായിരുന്ന സിദെക്കിയാവിൻ്റെ കാലത്ത് യിരെമ്യാവിന് ഉണ്ടായ വെളിപ്പാടുകളാകുന്നു നാം വായിക്കുന്നത്. എല്ലാം നിരാശാജനകങ്ങളായ അനുഭവങ്ങൾ. എന്നാൽ 29 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ വെളിച്ചം കാണുന്നു. വളരെയേറെ ന്യായവിധിയിലൂടെ യിരെമ്യാവിൻ്റെ ജനം കടന്നുപോയി. ഇനിയും ന്യായവിധി വരുന്നതിനെക്കുറിച്ച് പറയുവാൻ പോവുകയാണ് പ്രവാചകൻ. എന്നാൽ ഈ ഭാഗത്തിൻ്റെ ഒടുവിലത്തെ അധ്യായം, അതായത് 29 അധ്യായത്തിൽ ഒരു ചെറിയ വെളിച്ചം, ഒരു പ്രകാശം കാണുന്നു. യിരെമ്യാവ് വളരെ വിചിത്രമായ വിധത്തിൽ ദൈവത്തിൻ്റെ ദൂത് അഭിനയിച്ച് കാണിച്ചത് കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം കണ്ടുവല്ലോ. അവൻ മരം കൊണ്ടുള്ളൊരു നുഖം എടുത്ത് തൻ്റെ കഴുത്തിൽ വെച്ച്, ഓർക്കുന്നില്ലേ, കാളയുടെയൊക്കെ കഴുത്തിൽ നുഖം വയ്ക്കുന്നത് പോലെ ഒരു നുഖം അവൻ്റെ കഴുത്തിൽ വെച്ചു. മാത്രമല്ല, അതുപോലെയുള്ള ഏതാനും നുഖങ്ങൾ അവൻ തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന് കീഴ്പ്പെടുക, അതാണ് നിങ്ങൾക്കും നിങ്ങളുടെ രാജ്യങ്ങൾക്കും നല്ലത് എന്നവൻ പറഞ്ഞു. എന്നാൽ യഹൂദയിലെ കള്ളപ്രവാചകന്മാർ പറഞ്ഞതിനോട് ഭിന്നമായി ഒരു കാര്യം പറഞ്ഞതിനാൽ യിരെമ്യാവിനെ അവർ എതിർത്തു. അവർ പറഞ്ഞു, യിരെമ്യാവ് പറയുന്നത് അനുസരിക്കരുത്. ദൈവം ഒരിക്കലും യെരൂശലേം നെബൂഖദ്നേസറിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയില്ല. പ്രത്യേകിച്ചും യഹോവയുടെ ആലയം ആരും തൊടില്ല. എന്തൊരു അന്ധവിശ്വാസമില്ലേ! ഈ ജനം രാജാവിൻ്റെ കാലത്ത് തന്നെ ബാബേൽ രാജാവിന് നികുതി കൊടുത്തു വന്നവരാണ്, രാജാവിന് കപ്പം കൊടുത്തവരാണ്. അവരിൽ ഒരു കൂട്ടത്തെ ബന്ധികളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. എന്നാൽ യെരൂശലേം പട്ടണവും ദൈവാലയവും ഈ പറഞ്ഞ സമയത്ത് നശിപ്പിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ജനം തെറ്റിദ്ധരിച്ചിരുന്നത് ദൈവാലയം നശിപ്പിക്കുവാൻ ദൈവം ആരെയും അനുവദിക്കില്ല എന്നത്രേ. കാരണം അത് ദൈവം വസിക്കുന്ന സ്ഥലമാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവാലയം ഒരു മന്ത്രത്തകിട് പോലെയായിരുന്നു. ശത്രുവിന് അടുത്തു വരുവാൻ കഴിയാത്ത ഒരു മന്ത്രത്തകിട്. പല ആളുകളും ഈ പറഞ്ഞതുപോലെ കുരിശിൻ്റെ രൂപവും, എന്തിന് ബൈബിൾ പോലും മന്ത്രത്തകിടായിക്കൊണ്ട് നടക്കാറുണ്ട്. കാറിൻ്റെ മുൻപിൽ ഒരു കുരിശ് വയ്ക്കുകയോ ഒരു കൊന്ത തൂക്കിയിടുകയോ ഒക്കെ ചെയ്താൽ പിന്നെ കാർ അപകടത്തിൽ പെടില്ല എന്ന് ചിന്തിക്കുന്ന അനേകർ ഇന്നുമുണ്ട്. ആ അന്ധവിശ്വാസത്തെ ശരിവെക്കുന്ന ഏതാനും സംഭവങ്ങളും ഇക്കൂട്ടർക്കറിയാം. ഇനിയും ചില ആളുകൾക്ക് അവരുടെ
സഭാംഗത്വം ഈ പറഞ്ഞതുപോലെയുള്ള മന്ത്രത്തകിടാണ്. ഞാൻ ഇന്ന സഭയിലെ അംഗമായതിനാൽ ദൈവത്തിന് ഞങ്ങളോട് പ്രത്യേക പരിഗണനയുണ്ട് എന്ന് ചിന്തിക്കുന്ന മഠയത്തരം. ഇവിടെ യിരെമ്യാ പ്രവാചകൻ അവരുടെ ധാരണകളെ തിരുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ഈ മരം കൊണ്ടുള്ള നുഖങ്ങൾ താൽക്കാലികമായി എടുത്തു മാറ്റും എന്ന് മാത്രമല്ല, ബന്ധികളായി പോയിരിക്കുന്നവരെ സ്വന്തം ദേശത്തേക്ക് തിരികെ അയക്കുകയും ചെയ്യും. അത് വാസ്തവമാണ്. അങ്ങനെ വന്നാലും ആ ജനം ദൈവത്തോട് മറുതലിക്കുന്നത് തുടരുന്നതാണ്. അവർ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കില്ല. ഈ പറയുന്ന സമയത്ത് തന്നെ ഈ രാജാവ് ഒരു മത്സരത്തിന്, സിദെക്കീയ രാജാവ് ഒരു മത്സരത്തിന് പരിപാടി ഇടുകയായിരുന്നു. ചുറ്റുമുള്ള രാജ്യങ്ങളെ ഒരുമിച്ച് കൂട്ടി ബാബേലിനോട് യുദ്ധം ചെയ്യുവാനുള്ള ഒരു പദ്ധതി സിദെക്കീയാവ് ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ യിരെമ്യാ പറയുന്നു, ഇരുമ്പ് കൊണ്ടുള്ള നുകങ്ങൾ വയ്ക്കുവാനാണ് മരം കൊണ്ടുള്ള നുകങ്ങൾ തകർക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ബാബേൽ രാജാവ് മരം കൊണ്ടുള്ള നുകങ്ങൾ എടുത്തു മാറ്റും, പക്ഷേ ഇരുമ്പ് കൊണ്ടുള്ള നുകങ്ങൾ ആ സ്ഥാനത്ത് അവൻ വയ്ക്കുവാൻ പോകുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് യഹൂദയ്ക്ക് അത്ര എളുപ്പമായിരിക്കില്ല പോലും. ബാബേൽ രാജാവ് നെബൂഖദ്നേസർ അവരുടെ പട്ടണങ്ങൾ നശിപ്പിച്ച് ജനത്തെ ബന്ധികളാക്കി കൊണ്ടുപോകും. യെഖൊന്യാവിൻ്റെ കാലത്ത് ബന്ധികളാക്കി കൊണ്ടുപോയവരെക്കുറിച്ച് യിരെമ്യാവിന് പറയുവാനുള്ളതാണ് 29-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവൻ അവരോട് പറയുന്നത്, നിങ്ങൾ നല്ല മനസ്സോടെ പ്രവാസത്തിലേക്ക് പോയിക്കൊള്ളൂ, എതിർത്ത് നിൽക്കരുത്. ദൈവത്തിൻ്റെ ന്യായവിധി വന്നു കഴിഞ്ഞു, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല എന്ന്. യിരെമ്യാവിൻ്റെ പ്രോത്സാഹന കത്താണ് ഈ 29-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഞാൻ 29-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യെഖൊന്യാ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യഹൂദയിലും യെരുശലേമിലുമുള്ള പ്രഭുക്കന്മാരും ശില്പികളും കൊല്ലന്മാരും യെരുശലേം വിട്ടുപോയ ശേഷം യിരെമ്യാ പ്രവാചകൻ ബദ്ധന്മാരുടെ മൂപ്പന്മാരിൽ ശേഷിപ്പുള്ളവർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്ന സകല ജനത്തിനും യഹൂദ രാജാവായ സിദെക്കീയാവ് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ അടുക്കൽ ബാബേലിലേക്ക് അയച്ച ശാഫാൻ്റെ മകനായ എലാസയുടെയും ഹിൽക്യാവിൻ്റെ മകനായ ഗമര്യാവിൻ്റെയും കൈവശം യെരുശലേമിൽ നിന്ന് കൊടുത്തയച്ച ലേഖനത്തിലെ വിവരം എന്തെന്നാൽ, ഈ 29-ാം അധ്യായത്തിൽ യെഖൊന്യാവിൻ്റെ കാലത്ത് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയവർക്ക് യിരെമ്യാവ് എഴുതിയ കത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. 11 വർഷങ്ങൾക്ക് ശേഷമാണ് യഹൂദ മുഴുവനായി പ്രവാസികളായി പോയത്. ദൈവത്തിന് അവരോടുള്ള ഉപദേശം ഇതാണ്. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ഞാനത് വായിക്കാം. 4 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പീൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവീൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. അതായത് ബാബേലിൽ സ്ഥിരതാമസമാക്കുക എന്നാണ് അവൻ പറയുന്നത്. ഏതവസരത്തിലും നിങ്ങൾ വിടുവിക്കപ്പെടും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കരുതലുകളൊക്കെ ചെയ്തു കൊള്ളുക, ഭവനങ്ങൾ ഉണ്ടാക്കുക, വിവാഹിതരാകുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുക. കാരണം നിങ്ങൾക്ക് വളരെ കാലം അവിടെ കഴിയേണ്ടതായി വരും. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും.
പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ പാർക്കുന്ന സ്ഥലത്തിന് വേണ്ടിയും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ, പ്രവർത്തിപ്പീൻ എന്നാണ് യിരെമ്യാ പറയുന്നത്. അവർ പ്രതിഷേധമോ എതിർപ്പുകളോ ഉണ്ടാക്കരുത്. അവർ അവിടെ സ്ഥിരതാമസം ഉറപ്പിക്കുകയും അവിടുത്തെ നിയമങ്ങളെല്ലാം അനുസരിക്കുന്ന നല്ല പൗരന്മാരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. യിരെമ്യാവിൻ്റെ ഈ ആലോചന ദൈവം നൽകിയ ആലോചനയാണ്. ഇനി 10-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ ദേശത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അവർ എത്ര കാലം പ്രവാസത്തിൽ കഴിയും എന്ന് ദൈവം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. താൻ അവരെ മറക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. അതിനുശേഷം അവരെ അവരുടെ ദേശത്തേക്ക് ദൈവം മടക്കിക്കൊണ്ടുവരും എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. 29-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിന് ഉണ്ടായതെന്തെന്നാൽ, നീ സകല പ്രവാസികൾക്കും ആളയച്ച് നെഹല്ലാമ്യനായ ശമയ്യാവെക്കുറിച്ച് പറയിക്കേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശമയ്യാവേ, ഞാൻ അയക്കാതെ ഇരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയത് കൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നെഹലാമ്യനായ ശമയ്യാവെയും അവൻ്റെ സന്തതിയെയും സന്ദർശിക്കും. ഈ ജനത്തിൻ്റെ മധ്യേ പാർപ്പാൻ അവന് ആരും ഉണ്ടാകുകയില്ല. എൻ്റെ ജനത്തിന് ഞാൻ വരുത്തുവാനിരിക്കുന്ന നന്മ അവൻ അനുഭവിക്കുകയുമില്ല. അവൻ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ചുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. കള്ളപ്രവാചകന്മാരുടെ പട്ടികയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. യിരെമ്യാവിൻ്റെ കത്ത് ദൈവത്തിൽ നിന്നുള്ള ദൂതായി അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത കള്ളപ്രവാചകന്മാർ ബാബേലിൽ ഉണ്ടായിരുന്നു. അതും ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലായിരുന്നു അവർ. ദൈവം തങ്ങൾക്ക് പുതിയൊരു പുരോഹിതനെ നിയമിച്ചിരിക്കുന്നു എന്നും അതുകൊണ്ട് യിരെമ്യാവിനെ മിണ്ടാതാക്കണമെന്നും അവകാശപ്പെട്ടുകൊണ്ട് അവർ യെരുശലേമിലേക്ക് കത്തെഴുതി. ഈ കള്ളപ്രവാചകന്മാർക്കെതിരായി ദൈവം ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നു. ദൈവം ചരിത്രത്തിൽ വളരെ ശക്തമായി സംസാരിക്കുന്നു. അവർക്ക് സംഭവിക്കുന്നത് അവരുടെ പാപം മൂലമാകുന്നു എന്ന് ദൈവം യഹൂദയോട് പറഞ്ഞു. അത് വ്യക്തമായി ദൈവം അവരെ അറിയിച്ചു. ദൈവം എല്ലായ്പ്പോഴും പാപത്തെ ന്യായം വിധിക്കുന്നു. ദൈവത്തിന് മാറ്റമുണ്ടായിട്ടില്ല. പുതിയ നിയമത്തിലെ ദൈവം തന്നെയാകുന്നു പഴയ നിയമത്തിലെ ദൈവവും. ഇവർ വ്യത്യസ്തരാകുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവം മാറ്റമില്ലാത്തവനാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവന് ഒട്ടും മാറ്റം സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. നമുക്ക് മാറ്റമുണ്ടായി എന്ന് വരാം, എന്നാൽ ദൈവത്തിന് മാറ്റമില്ല. ദൈവം ചരിത്രത്തിൽ സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ തൻ്റെ വചനത്തിൽ കൂടിയും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. തിരുവചനത്തിലെ എഴുത്തുകൾ മനുഷ്യർ തങ്ങളുടെ സ്വന്തം നിരൂപണം അനുസരിച്ച് എഴുതപ്പെട്ടവയല്ല. മനുഷ്യൻ്റെ ചിന്താഗതികൾ അല്ല. അതല്ല ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അവർക്ക് നൽകിയ ദൂതാണ് വിശുദ്ധന്മാർ എഴുതിയത്. നാം ദൈവവചനത്തെ സമീപിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവം എന്ത് പറയുന്നു എന്ന് കേൾപ്പാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. യിരെമ്യാവിൻ്റെ കാലത്ത് പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പ്രശ്നം ഇതായിരുന്നു. ഇന്നും നമ്മുടെ പ്രശ്നവും ഇതുതന്നെ ആകുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. ഓരോ മനുഷ്യനും തൻ്റേതായ ചിന്താഗതികളുണ്ട്. തൻ്റെ സ്വയത്തിനായിട്ടാണ് അവൻ പലപ്പോഴും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. തൻ്റെ സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു. പരിമിതമായ അറിവിൽ അവൻ ദൈവത്തിനെതിരായി പ്രതിഷേധമുയർത്തുന്നു. ദൈവം സർവജ്ഞാനിയാണ്. അവന് സകലവും അറിയാം. അവൻ എല്ലാ പശ്ചാത്തലവും അറിയുന്നു. ചിലർ ദൈവത്തെ ന്യായം വിധിക്കുവാൻ ശ്രമിക്കുന്നു. വിചിത്രമായ കാര്യമാണല്ലേ? അവർ മുഷ്ടി ചുരുട്ടി ദൈവത്തോട് പ്രതിഷേധിക്കുകയും മറുതലിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മറുതലിപ്പ് കാണുമ്പോൾ ഒരു ഉറുമ്പ് ഒരു മനുഷ്യനോട് മത്സരിക്കുന്നത് പോലെ മറുതലിക്കുന്നത് പോലെ തോന്നും, ഇല്ലേ?
അതിനെ വേണമെങ്കിൽ അവനെ ചവിട്ടി ഞെരിച്ച് കളയാം, ഉറുമ്പിനെ. അതൊരു കൊച്ച് ഉറുമ്പിൻ്റെ അവസാനമായിരിക്കും. എന്നാൽ ദൈവം മനുഷ്യനോട് വളരെയധികം കരുണയും ദയയും ദീർഘക്ഷമയും ഉള്ളവനാണ്. അവിടുന്ന് നമ്മെ ഞെരിച്ച് കളയുന്നില്ല, ചവിട്ടിക്കളയുന്നില്ല. അവിടുന്ന് നമുക്ക് വേണ്ടി ഒരവസരം നൽകുന്നു, വീണ്ടും വീണ്ടും അവസരം നൽകുന്നു. ദൈവം കരുണാസമ്പന്നനാണ്. യിരെമ്യാ പ്രവചനം 30 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ ഈ പുസ്തകത്തിൻ്റെ 4ാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച പ്രവചനങ്ങളാണ് ഈ 30 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദയുടെ പ്രവാസത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണുന്ന പ്രവചനങ്ങൾ കാലാനുക്രമത്തിൽ നടന്നവയല്ല എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. മനസ്സിലായല്ലോ? യഹൂദയുടെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളിൽ യിരെമ്യാവിൽ നിന്ന് വന്ന ദൂതുകളാണ് ഈ അധ്യായങ്ങളിൽ ഉള്ളത്. യഹൂദയുടെ അവസ്ഥ ഏറ്റവും അന്ധകാരപൂർണമായിരുന്നു എന്നോർക്കണം. അതുകൊണ്ട് അവർക്ക് കൊടുക്കുവാൻ പ്രോത്സാഹജനകമായ ദൂത് യിരെമ്യാവിനില്ലായിരുന്നു. അന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ അത് ഇനിയും പറയുന്ന പ്രകാരമായിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ സൈന്യം യെരുശലേം നഗരത്തിൻ്റെ മതിലിന് പുറത്തു വന്നിരിക്കുന്നു. ഈ സമയം അവൻ നഗരം നശിപ്പിക്കുകയും ദൈവാലയം ചുട്ടു നശിപ്പിക്കുകയും ചെയ്യും. യിരെമ്യാവ് പിടിക്കപ്പെടുകയും അവനെ ബന്ധനസ്ഥനാക്കി വയ്ക്കുകയും ചെയ്യും. അക്ഷരികമായി അവൻ കാരാഗ്രഹത്തിലായിരുന്നു യിരെമ്യാവ്. 7 വർഷങ്ങളായി യിരെമ്യാവ് കള്ളപ്രവാചകന്മാരുമായി എതിർപ്പിലായിരുന്നു. സംഭവങ്ങൾ നിശബ്ദമായി നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും യിരെമ്യാവിൻ്റെ പ്രവചനം ശരിയാകുന്നു എന്ന് വെളിപ്പെട്ടുകൊണ്ടാണ് ഇരുന്നത്. ബാബേലിൻ്റെ ശക്തി 2 വർഷങ്ങളിൽ ഇല്ലാതായി തീരുമെന്ന് കള്ളപ്രവാചകനായ ഹനന്യാവ് പറഞ്ഞിരുന്നു. 7 വർഷങ്ങൾ പിന്നിട്ടു. എന്നിട്ടും നെബൂഖദ്നേസർ ഇപ്പോൾ യെരുശലേമിൻ്റെ മതിലിന് പുറത്തു നിന്ന് വന്നിരിക്കുന്നു. അവൻ്റെ ശക്തി തീർന്നു പോകുന്നില്ല. അതിനു പകരം അവൻ യെരുശലേമിനെ തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. ദൈവാലയത്തിലെ ഉപകരണങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. യെഖൊന്യാവ് നഗരത്തിലേക്ക് മടങ്ങി വരുന്നില്ല. സംഗതികൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. വറച്ചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീണ അനുഭവമായിരുന്നു യഹൂദയുടേത്. യഹൂദ ജനത്തിൻ്റെ ജീവിതം അധപ്പതിച്ചു കൊണ്ടിരുന്നു. ബാബേലിൻ്റെ തണലിൽ യെരുശലേമായി തീർന്നിരുന്നു. പാപം ചെയ്യുന്ന ജനത്തിൻ്റെ മറുതലിപ്പ് കാരണം ദൈവത്തിൻ്റെ പ്രവാചകനായ യിരെമ്യാവ് പിടിക്കപ്പെട്ടു എന്ന് കാണുന്നു. അവർ ദൈവശബ്ദം കേൾക്കുന്നതിനോ അത് അനുസരിക്കുന്നതിനോ തയ്യാറായിരുന്നില്ല. ഇതിനേക്കാൾ ഇരുണ്ട സമയം ഉണ്ടാകാൻ കഴിയുമോ എനിക്കറിയില്ല. ഇതിനേക്കാൾ നിരാശയുളവാക്കുന്ന സാഹചര്യം വേറെ ഉണ്ടാകുമോ അറിയില്ല. എന്നിരുന്നാലും ഈ സമയത്താണ് യിരെമ്യാവിൻ്റെ ദൂത് എല്ലായിടത്തും മുഴങ്ങിച്ചെന്നത്. ഞാൻ യിരെമ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യഹോവയിങ്കൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. യിരെമ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനം ഇപ്പോൾ എഴുതുകയാണ് ചെയ്യുന്നത്. യിരെമ്യാവ് കാരാഗ്രഹത്തിലാകുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. 3 മുതലുള്ള വാക്യങ്ങൾ 5 വരെ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും. അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇസ്രായേലിനെയും യഹൂദയെയും കുറിച്ച് അരുളി ചെയ്ത വചനങ്ങളാവിത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാം നടുക്കത്തിൻ്റെ മുഴക്കം കേട്ടിരിക്കുന്നു. സമാധാനമല്ല, ഭയമത്രേ ഉള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു. നോക്കുവിൻ, ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറി ഇരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത്? സമാധാനം ഉണ്ടാകിയില്ല എന്ന ദൂത് യിരെമ്യാവിൽ നിന്ന് ജനം കേട്ടു.
കള്ളപ്രവാചകന്മാർ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ വാസ്തവത്തിൽ സമാധാനം ഉണ്ടായിരുന്നില്ല. ഇന്ന് സമാധാനം എന്ന് വളരെയധികം പേർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദുഷ്ടന് സമാധാനമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സമാധാനം ഇന്ന് പറയുന്ന പല രംഗത്തും യഥാർത്ഥത്തിൽ സമാധാനമില്ല. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നത് യിരെമ്യാവ് കാണുകയാണ്. യിരെമ്യാവിനെ പോലെ മറ്റ് പ്രവാചകന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇരുട്ടിൻ്റെ ദിവസമായിരിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. മഹാപീഡനകാലം എന്ന രാത്രിയിൽ കൂടി ജനം കടന്നു പോകും. അതിനുശേഷമേ അവർക്ക് പകലിൻ്റെ പ്രകാശം കാണുവാൻ കഴിയുകയുള്ളൂ. വാസ്തവത്തിൽ ദൈവം പറയുന്നത് ഇതാണ്: നിങ്ങൾ ഇതേവരെയും യാതൊന്നും കണ്ടില്ല. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും മഹാപീഡനകാലം എന്നുള്ളത്. വളരെ ഭയാനകമായിട്ടുള്ള സ്ഥിതിവിശേഷം. 8ഉം 9ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അന്ന് ഞാൻ അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്ത് കളയും. അന്യന്മാർ ഇനിയും അവനെക്കൊണ്ട് സേവ ചെയ്യിക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പിപ്പാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും. വരുന്നതായ രാജ്യം, അതെ, കഷ്ടതയുടെ ഭീകരമായ സമയത്ത് നിന്ന് ഇസ്രായേൽ ജനം തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും. ദാവീദ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യത്തിൻ്റെ യുഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവൻ അവരെ ഭരിക്കുകയും ചെയ്യും എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രായേലെ നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം പറയുകയാണ്. അവരുടെ അകൃത്യവും പാപവും നിമിത്തമാണ് ദൈവം അവരെ ശിക്ഷിച്ചത്. നന്മയ്ക്കായിട്ടാണ് അവരെ പ്രവാസത്തിലേക്ക് അയച്ചത്. എന്നാൽ അവർക്ക് അവിടെ നിന്നുള്ള ഒരു വിടുതലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. നഗരം അതിൻ്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും, അരമനയും യഥാസ്ഥാനപ്പെടും. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും, അവർ എളിമപ്പെടുകയുമില്ല. അവരുടെ മക്കളും പണ്ടത്തെ പോലെയാകും. അവരുടെ സഭ എൻ്റെ മുമ്പാകെ നിലനിൽക്കും. അവരെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും. അവരുടെ പ്രഭു അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും. അവരുടെ അധിപതി അവരുടെ നടുവിൽ നിന്ന് ഉദ്ഭവിക്കും. ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കും. അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവൻ ആർ എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. യഹോവയുടെ ക്രോധം എന്ന ചുഴലിക്കാറ്റ്, കടുപ്പമായി അടിക്കുന്ന ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെടുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചൂഴ്ന്നടിക്കും. യഹോവയുടെ ഉഗ്രകോപം അവൻ്റെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കുവോളം മടങ്ങുകയില്ല. ഭാവി കാലത്ത് നിങ്ങൾ അത് ഗ്രഹിക്കും. ഈ വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾ അത്രേ നാം കാണുന്നത്. എന്നാണിത് സംഭവിക്കുന്നത്? ഇവിടെ ദൈവം പറയുന്നു, ഞാൻ അവനെ അടുപ്പിക്കും, ഞാൻ അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും, അവൻ എന്നോട് അടുക്കുമെന്ന് 21-ാം വാക്യത്തിൽ പറയുന്നു. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും.
ദൈവത്തോട് മറുതലിച്ചു നിന്ന ജനത്തെ ദൈവം യഥാസ്ഥാനത്താക്കും എന്നാണ് ഇവിടെ നാം വായിച്ചത്. എത്ര കരുണയും കൃപയുമുള്ളവനാണ് ദൈവം. അവിടുന്ന് കരുണാസമ്പന്നനാണ്. നമ്മുടെ ജീവിതങ്ങളിലെ പാപങ്ങളെ അവൻ ന്യായം വിധിക്കുന്നത് നമ്മോടുള്ള ദേഷ്യം കൊണ്ടല്ല, പിന്നെയോ നാം നന്നാകണമെന്നുള്ള നമ്മുടെ നന്മ മാത്രം ചിന്തിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. എപ്പോൾ തിരികെ വരുമോ അപ്പോൾ നാം ആയിരിക്കുന്നത് പോലെ നമ്മെ അംഗീകരിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവം അതിനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ശിക്ഷയും സന്തോഷമുള്ള കാര്യമല്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കറിയാം, അവിടുന്ന് മനസ്സോടെയല്ല തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നത്, പിന്നെയോ നാം അവിടുത്തെ വിശുദ്ധിയും നീതിയും പ്രാപിക്കുവാൻ വേണ്ടിയാകുന്നു. ആകയാൽ സ്വർഗീയ പിതാവിന് കീഴടങ്ങി ജീവിക്കുവാനും ദൈവിക വിശുദ്ധിയെ പ്രാപിപ്പാനും ഈ പഠനങ്ങൾ നമ്മെ സഹായിക്കട്ടെ.